പരിശുദ്ധനായ ദൈവമേ, വിശ്വസ്തനായ കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നല്ല പകൽക്കാലത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നോക്കിക്കണ്ട് ഞങ്ങളെ എണ്ണിയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ അങ്ങയുടെ തുള്ളം കയ്യിൽ വരച്ചിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആത്മാവിനാൽ ഞങ്ങളെ മുദ്രയിട്ടിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കുറിച്ച് അങ്ങയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാം മഹത്വം ഞങ്ങൾക്ക് തരുന്നു കർത്താവേ. ഞങ്ങൾ ഏത് സാഹചര്യത്തിൽ കടന്നുപോയാലും അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കണ്ടിരിക്കുന്ന നിവർത്തിക്കുന്ന ദൈവമായ സ്തോത്രം ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ വളരെ ആത്മബലമുള്ളവരായി അങ്ങയുടെ മുമ്പാകെ നിൽക്കുകയാണ്. അവിടുന്ന് ഞങ്ങളെ മുന്നോട്ട് ഇനിയും നടത്തണമെന്ന് പ്രാർത്ഥിക്കും. എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ നടത്തിപ്പും പരിരക്ഷയും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് സന്ദേശയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവത്തിന്റെ നാം മഹത്വപ്പെടുമാറാണ്. നമുക്ക് വേദപുസ്തക വചനം വായിക്കാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം. അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ടോടുകയും നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നു വിവേചിപ്പിൻ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ല. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ല. അപ്പം ഒന്നാകൊണ്ട് പലരായി നാം ഒരു ശരീരമാവും. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നു. ജഡപ്രകാരമുള്ള ഇസ്രായേലിൽ നോക്കുവാൻ യാഗങ്ങൾ ഭുജിക്കുന്നവർ യാഗപീഠത്തിന്റെ കൂട്ടാളികളല്ലേ. ഞാൻ പറയുന്നത് വിഗ്രഹാർപ്പിതം വല്ലതാവുന്നു എന്നോ വിഗ്രഹം വല്ലതാവുന്നു എന്നോ അല്ല. ജാതികൾ ബലികഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങൾ കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല. അപ്പോൾ ഇതാണ് നമ്മള് ഈ അപ്പത്തിലും മീഞ്ഞിലും അംശികളാകുമ്പോൾ നമ്മൾ കർത്താവിൽ അംശികളാകുന്നു, കർത്താവിന്റെ ശരീരത്തിന് അംശികളാകുന്നു. നമ്മൾ ഒരപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ അപ്പം ഒന്നാകൊണ്ട് പലരായി നാം ഒരു ശരീരമാകുന്നു. അപ്പൊ ദൈവസഭ എന്ന് പറയുന്നത് ഒന്നാണ്. നമ്മൾ ഈ അപ്പത്തിൽ നിന്ന് മീനിൽ നിന്നും കുടിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മള് ഒരു ശരീരമായിട്ട് നമ്മളെ കാണണം എന്നുള്ളതാണ്. ഒരു ശരീരവും പല അവയവങ്ങളും. ക്രിസ്തുവിന്റെ സഭ അങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ശരീരത്തിലെ ഒരു അവയവത്തിന് വേദന വന്നു കഴിഞ്ഞാൽ മറ്റുള്ള അവയവങ്ങൾ കൂടി വേദന. ഒരു അവയവത്തിന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മറ്റുള്ള അവയവങ്ങൾക്കും അത് എന്തായിത്തീരുന്നു, ഒരു പ്രശ്നമാണ്.
പരിഹരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിലും ഒരുപക്ഷെ ഒരവയവത്തിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പരിഹരിക്കാൻ നമുക്ക് ശക്തരായിരിക്കും. പക്ഷേ ആ ഒരു വേദന ഉൾക്കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ തലയായ ക്രിസ്തു എല്ലാത്തിനും പരിഹാരകനാണ്, അല്ലെ? പരിഹാരം കാണാത്ത ഒരു വിഷയവും. നമ്മൾ ഒരപ്പത്തിൽ നിന്ന് അംശികളാകുമ്പോൾ, ഈ പാനപാത്രത്തിൽ നമ്മൾ കുടിക്കുമ്പോൾ, അത് യൂണിറ്റിയെ കാണിക്കുന്നു, അത് ഐക്യതയെ കാണിക്കുന്നു. ഈ ഐക്യത കീപ്പ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ വീണ്ടും വരുന്നവനായ ക്രിസ്തു നമ്മളുടെ ഇടയില് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ 2-3 ഒരുമിച്ച് കൂടുന്നിടത്ത് ഞാൻ അവരുടെ നടുവിലുണ്ടെന്നും നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമനപ്പെട്ട് എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് തരും, ദൈവം അതിന്റെ മേൽ പ്രവർത്തിക്കുമെന്നും നമ്മൾ അറിയുക. അപ്പോൾ ആ ഒരു ഒരുമനപ്പെടലിന്റെ അനുഭവം ഈ കർത്തൃമേശ നമ്മളെ കാണിക്കുന്നു. നമുക്കതിൽ മുന്നോട്ട് പോകാം. അറ്റ് ദ സെയിം ടൈം പൗലോസ് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രിയരെ വിഗ്രഹാരാധന വിട്ടോടുക. യാഗങ്ങൾ അർപ്പിക്കുന്നതായിട്ടുള്ള ആളുകൾ ആ യാഗപീഠത്തിന്റെ നമ്മള് ഇസ്രായേലിന്റെ യാഗങ്ങളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ആ യാഗപീഠത്തിൽ നിന്ന് ഭക്ഷിക്കുന്നുണ്ട് അവർ. അതിന്റെ അർത്ഥം എന്താണ്? യാഗങ്ങളിൽ അവർ കൂട്ടാളികളാവുകയാണ്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ആളുകള് അവര് വിഗ്രഹാരാധനയും അതിനോടുള്ള ബന്ധത്തിലുള്ള ആ അർപ്പണവും അർപ്പീരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവര് ആ വിഗ്രഹത്തിനും ആ യാഗത്തിനും എല്ലാം അവരെന്തായി തീരുന്നു? അവരും അതിന് കൂട്ടാളികളായി തീരുവാണ്. മനസ്സിലാക്കണം. വിഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല, പക്ഷെ അത് ഭൂതങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ് അത് നിലനിന്ന് പോകുന്നത്. അതുകൊണ്ട് വിഗ്രഹത്തിന് അർപ്പിച്ചത് നമ്മൾ ഭക്ഷിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? അല്ലെങ്കിൽ അതിനോട് നമ്മൾ ചേരുമ്പോൾ, ആ കൂട്ടായ്മയോട് നമ്മൾ ചേരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഭൂതങ്ങളുടെ മേശയിലെ പങ്കാളികളായി തീരുക. അപ്പൊ പൗലോസ് അവരോട് പറയാണ്, നിങ്ങള് ഈ അപ്പത്തിൽ നിന്ന് ഈ വീഞ്ഞിൽ നിന്ന് നിങ്ങൾ കുടിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുമ്പോൾ, നിങ്ങൾ കർത്താവിന് പങ്കാളികളായിരിക്കുമ്പോൾ, നിങ്ങള് ഒരു സെപ്പറേഷൻ, എന്താ പറയുന്നത്, നമ്മള് ഒരു വേർപാട് ശരിക്കും അനുഷ്ഠിക്കേണ്ട ഒരു സാഹചര്യം ഈ കാലഘട്ടത്തിൽ, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കും. അന്നും ഇന്നും എല്ലാം ചെയ്യും. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ആ ഒരു സെപ്പറേഷൻ അനുഷ്ഠിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ആ സെപ്പറേഷനിൽ, ആ ഒരു വേർപാട് നമ്മൾ അനുഷ്ഠിക്കുന്നതിൽ നമുക്കുള്ള പ്രതിസന്ധികളോ ഏകാന്തതയോ ഒക്കെ നമുക്ക് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൽ തളരേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ആ സ്വർഗീയ ഭവനത്തിന്റെ ഓഹരിക്കാരത്രേ, ആ ദൈവരാജ്യത്തിന്റെ ഓഹരിക്കാരത്രേ, ക്രിസ്തുവിന്റെ കൂട്ടാളികളത്രേ, ക്രിസ്തുവിൽ പങ്കാളികളത്രേ. പ്രൈസ് ദി ലോർഡ്. അവസാനം ക്രിസ്തുവും അവന്റെ രാജ്യവും മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ബാക്കിയെല്ലാം തീർന്നു പോകും. എന്നാൽ ക്രിസ്തുവിൽ പങ്കാളികളായിരിക്കുന്നവർ അവനോട് ഒന്നിച്ച് മഹത്വത്തിൽ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ഉൾക്കാഴ്ചയോടുകൂടി നമുക്ക് ജീവിതത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് നല്ല ഒരു വേർപാടിന്റെ അനുഭവത്തിൽ നമുക്ക് മുന്നോട്ട് ആ വേർപാട് വസ്ത്രങ്ങളിലോ അല്ലെങ്കിൽ ആഭരണങ്ങളിലോ ഒക്കെയുള്ള വേർപാടല്ല, പുറമെയുള്ള വേർപാടല്ല ഈ പറഞ്ഞു വരുന്നത്. എല്ലായിടത്തും അതിന്റെ ചെറിയ ചലനം ആവശ്യം അവിടെ കടന്നു വരുമെങ്കിലും ഇവിടെയുള്ള വേർപാടെന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസിലുള്ള വേർപാടാണ്, തത്വങ്ങളിലുള്ള വേർപാടാണ്, ജീവിത രീതിയിൽ മൂല്യങ്ങളിലുള്ള വേർപാടാണ്, സത്യത്തോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു വേർപാടിന്റെ അനുഭവത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. നമുക്ക് അപ്രകാരമായ അതിനു വേണ്ടി നമ്മളെ സമർപ്പിച്ചു കൊടുക്കാം. ഇത് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ. ഇത് ഈ വീഞ്ഞ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ. അത് നമ്മള് ഇവിടെ അനുഷ്ഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അവനിൽ നാം പങ്കാളികളായി തീരുക. വേറെ കാര്യം എന്ന് പറയുന്നത്, നമ്മള് ക്രിസ്ത്യാനികളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ,
ഞാനും അത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട്. ഒത്തിരി ആഴമുള്ള കാര്യങ്ങള് ലെവിറ്റിക്കസ് ഒക്കെ നമ്മള് അത് കേൾക്കുമ്പോൾ മനസ്സിലാക്കും. നിങ്ങള് പ്രായമായവര് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു, നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നല്ലതാണ്. ഈ ദൈവ ആരാധനയ്ക്കുള്ള ചിട്ടങ്ങളും വട്ടങ്ങളും അതിന്റെ ചിട്ടയും ഒക്കെ നിയമിക്കുമ്പോഴത്തേക്കും ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് അൺക്ലീൻ ആയിട്ടുള്ള ഒരാള് യാഗപീഠത്തെ സ്പർശിക്കാൻ പാടില്ല. അൺക്ലീൻ ആയിട്ടുള്ള ഒരാള് അവര് യാഗ അർപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന അതിന്റെ പങ്കല അതിന്റെ ആ ഫുഡ് അത് കഴിക്കാൻ പാടില്ല. എല്ലാം ക്ലീൻ ആയിരിക്കും. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ യാഗപീഠത്തിൽ നിന്നാ നമ്മള് എന്താ ക്രിസ്തുവിന്റെ യാഗത്തിന്റെ പങ്കാളിയായി തീരുവാണല്ലോ. അതിന് ആത്മീയമായിട്ടുള്ള കാര്യം. അപ്പൊ അതിനകത്ത് അൺക്ലീൻനെസ് പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സംശുദ്ധമായിരിക്കണം എന്നുള്ളതാണ്. തെറ്റുകളും കുറ്റങ്ങളൊക്കെ പറ്റാറുണ്ട്, അറിഞ്ഞും അറിയില്ലാതെ പറ്റാറുണ്ട്. അപ്പൊ പക്ഷെ നമ്മള് ദൈവസന്നിധി കഥായിട്ട് എന്താണ് ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, അല്ലെങ്കിൽ എന്നെ കഴുകണമേ, ദൈവത്തോടെ ഒരു നല്ല മനസാക്ഷി നമ്മള് നിലനിർത്തുവാനായിട്ട് എപ്പോഴും നമ്മൾ തയ്യാറാണ്. പരിശുദ്ധാത്മാവിനെ എന്തെങ്കിലും നമ്മളെ ഓർമ്മപ്പെടുത്തിയാൽ ഏറ്റു പറയാനും, സോറി ചോദിക്കാനും, ക്ഷമ പറയാനും, വിട്ടുകളയുക. നമ്മള് വലിയ എന്താ പറയുന്നത്, ഒരിക്കലും തെറ്റാത്ത ആളുകളൊന്നും അല്ലല്ലോ. നമ്മളെ എളിമപ്പെട്ട് നമ്മള് ദൈവത്തിന് ഒരു യാഗമായിട്ട് സമർപ്പിക്കുക, അല്ലെങ്കിൽ ദൈവസന്നിധിയില് നല്ല നിർമ്മലമായ ഒരു ഹൃദയമുള്ള മനസാക്ഷി കുത്തി നോവിക്കാത്ത അനുഭവത്തിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാത്രമല്ല അത് മനുഷ്യരോടും ദൈവത്തോടും ഒക്കെ. അതേ സമയത്ത് തന്നെ ഈ അപ്പത്തിന് വീഞ്ഞിലും നമ്മള് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോഴത്തേക്കും നമ്മള് ക്രിസ്തുവിനോടുള്ള ആ ഒരു ബന്ധത്തിൽ നമ്മള് നേരെ ചൊവ്വേ പോകുന്ന ഒരു അനുഭവം നമുക്ക് ആവശ്യമാണ്. കർത്താവിന്റെ ഈ മേശയില് നമ്മൾ പങ്കാളികളായി തീരുകയാണല്ലോ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സംക്ഷിപ്ത ജീവിതം, സംക്ഷിപ്ത മനസാക്ഷി, നിർമ്മലമായ ഒരവസ്ഥ, അതെല്ലാം കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സമർപ്പണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമുക്ക് നല്ല ഒരു 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 മാതൃക തന്നെ നമുക്ക് നയിക്കാം. അല്ലാതെ ശരിയാകുകയില്ല. യാഗപീഠത്തിന്റെ കൂട്ടാളികൾ, ക്രിസ്തുവിന്റെ പങ്കാളികൾ, ദൈവത്തെ മാനിക്കുന്ന നിലയിൽ, അതാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം, ദൈവത്തെ ഓണർ ചെയ്യുന്ന രീതിയിൽ ഈ അപ്പത്തിന് വീഞ്ഞിലും പങ്കാളികളാണ്. ഈ ചില ആളുകളുണ്ട് ഇങ്ങനെ അലസരായിട്ട് നിന്ന് ഒരു ഉപേക്ഷ വിചാരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നിർത്തുന്ന നമ്മൾ കണ്ടു. ആരെയും കുറ്റം തെറ്റും പറയല്ല, അതിന്റെ പ്രാധാന്യം മനസ്സിലാകാത്തത്. ഒരു കുടുംബത്തിൽ ഈ കർത്തൃമേശ ഞാൻ കണ്ടിട്ടുണ്ട്, പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. പട്ടീനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അലസത രീതിയില് ഫിലോസഫിക്കലി നമുക്ക് പലതും പറയാം. പട്ടി ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ദൈവം സൃഷ്ടിച്ചതാണ്, പട്ടീനെ മാറ്റി നിർത്തുന്ന കാര്യമില്ല, പട്ടി നല്ലതാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ അതല്ലല്ലോ ഈ എന്താ പറയുന്നത്, ഈ ഒരു കാഷ്വലായിട്ട് നമ്മളിത് ചെയ്യാൻ പാടില്ല. ഞാൻ ഓരോ സഭകളിലും നടക്കുന്ന ഇടപാടുകൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഇവിടെ ഞാൻ പേര് പറയുന്നില്ല, ഒരു സഭയിലെ അംഗങ്ങള് അവര് വൈകുന്നേരം എല്ലാം കർത്തൃമേശ അനുഷ്ഠിക്കും. അപ്പൊ ഒരു ദിവസം ഞാനും അവിടെ പോയി. അവര് കർത്തൃമേശ അനുഷ്ഠിക്കുന്ന എന്തെങ്കിലും തെറ്റിദ്ധരിയൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ചുമ്മാ അവിടെ ഇങ്ങനെ കൂട്ടം കൂടി ഇരുന്നിട്ട് അവരുടെ മാസ്റ്ററുടെ ഒരു മെസ്സേജ് വരും ഈ മൊബൈലില്, അത് ഓൺ ചെയ്ത് വെക്കും. എന്നിട്ട് പിന്നെ ഒരു പാട്ട് ഓൺ ചെയ്ത് വെച്ചിട്ട് യാതൊരു ഒരു ഭക്തിയോ ഒരു നിർമ്മലതയോ അല്ലെങ്കിൽ ഒരു അഫിനിറ്റിയോ ഇതൊന്നും ഇല്ലാതെ ചുമ്മാ നിർവ്യാജമായിട്ട് ഇത് കഴിച്ച് അത് ചെയ്ത് ഇത് കഴിച്ച്, എന്നിട്ട് അവര് അത് കഴിഞ്ഞിട്ട് പോയി
എന്താ പറയുന്നത്, അവിടെ പിന്നെ TV സീരിയലും മറ്റും പിന്നെ അവരുടെ ലോകത്തിലേക്ക് അവരെ പോകും. അപ്പൊ ഇതിനൊന്നും അവരെന്ത് കൊടുക്കുന്നില്ല. അത്ര വലിയ അവർക്ക് അവരുടെ ഹൃദയം, മനസ്സ്, ക്രിസ്തുവിനുള്ള സമർപ്പണം, ഇതൊന്നും ഇങ്ങനെയുള്ള ഒരു സംഭവം അതിനകത്തില്ല. ചുമ്മാ വെറുതെ എന്താ ഒരു ഒഴുക്കം മട്ടില്, അങ്ങനെ വേണമെങ്കിൽ പറയാം, ഒഴുക്കം മട്ടില് ഒരു നൊമ്പരോ ഒരു സമർപ്പണോ ഒരു പശ്ചാത്താപോ അല്ലെങ്കിൽ ഹൃദയത്തെ ഒന്ന് പരിശോധിക്കാൻ ഇതൊന്നുമില്ല. ചുമ്മാ ഒഴുക്കം മട്ടില് ഇങ്ങനെ ചെയ്യാം. ഞാൻ അവരോട് പറയുന്നത്, ഞാൻ അവിടെ ചെന്ന് നമ്മള് കറങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ ഏത് അവിടെ നമ്മള് അവരുടെ ജീവിതത്തിൽ ഒരു വിടുതലും ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ചെന്ന് നമ്മളും സ്ട്രഗിൾ ചെയ്യേണ്ട അവസ്ഥ ആയിപ്പോയി. അവിടെ ചെന്ന് ചാടിയത് ദൈവാനുഗ്രഹം ഞാൻ അവിടെ നിന്ന് ഊരി പോകുന്നു, രക്ഷപ്പെട്ടു പോകും. പാവങ്ങളെ നല്ല മനുഷ്യനാണ്, പക്ഷെ എന്താ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട, ഞാൻ മനസ്സിലാക്കുന്നത് ദൈവം നമ്മളെ തീർച്ചയായിട്ടും ഒരു നമ്മള് ദൈവത്തിന്റെ പ്രിൻസിപ്പിൾസ് എല്ലാം വളരെ വ്യക്തമായിട്ട് പാലിച്ചുകൊണ്ട് നമ്മൾ പോകുന്നെങ്കിൽ ദൈവം വേഗത്തിൽ വിടുതൽ കൊടുക്കും. പ്രൈസലോ. ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മള് വർഷങ്ങളായിട്ട് കിടന്ന് സ്ട്രഗിൾ ചെയ്ത് അവസാനം നമ്മുടെ പിടിവിട്ട് പോയി നമ്മൾ തോറ്റുപോയി ഇടപാട് വരുന്ന അവസ്ഥയൊന്നും ഒരു ദൈവമക്കൾക്ക് ഉണ്ടാകും ഞാൻ വിശ്വസിക്കുന്നില്ല. പൗലോസ് ഒന്നും അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നില്ല. അത് അവരെ എത്ര ജയിലിൽ കിടക്കുവാണെങ്കിലും അവരവിടെ സന്തോഷമായിട്ട് ജയാളികളായി തീരുന്ന ഒരു അവസ്ഥയാണ് നമ്മളവിടെ കാണുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മേഖലകളിലും ജയിക്കാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്ത് വർഷങ്ങളായി സ്ട്രഗിൾ ചെയ്ത് പിന്നെ അവസാനം പിടിവിട്ട് തകർന്നു പോകുന്ന അവസ്ഥ. അപ്പൊ അതിനകത്ത് എന്തോ കുഴപ്പമാണെന്നുള്ളതല്ലേ നമുക്ക് വിശദിക്കാൻ പറ്റുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട അങ്ങനെയൊന്നും യഥാർത്ഥ ദൈവമക്കൾക്ക് വരികയില്ല, ഒരിക്കലും വരികയില്ല. നമ്മള് ദൈവസന്നിധിയിൽ നേരോടെ, താഴ്മയോടെ, സത്യസന്ധതയോടെ, നിർമ്മലതയോടെ, ബഹുമാനത്തോടെ ദൈവത്തെ മാനിച്ചുകൊണ്ട് നമ്മള് ദൈവത്തിന്റെ വഴിയെല്ലാം പെർഫെക്റ്റ് ആണ്, നേരുള്ള വഴിയാണ്. അതിക്രമക്കാർ മാത്രമേ അതിനകത്ത് ഇടറി വീഴത്തുള്ളൂ. The way of the God is perfect. Only transgressors will stumble in it എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ വഴി നീതിയുള്ള വളരെ പൂർണ്ണതയുള്ള വഴിയാണ്, അതിക്രമക്കാർ മാത്രമേ ഇടറി വീഴൂ. ദൈവം വിടുതൽ കൊണ്ടുവരുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം, അതുമാത്രമായിട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങള് കർത്താവേ ഇവിടെ ആയിരിക്കുന്നത് ചെറിയ കാര്യത്തിന്റെ മുമ്പിലല്ല, വലിയ കാര്യത്തിന്, വലിയ മർമ്മത്തിന്റെ മുമ്പിലാണ്. ദൈവ ഹൃദയത്തിന്റെ അടുത്താണ് നിങ്ങളായിരിക്കുന്നത്. സ്നേഹമാണ്, നിർമ്മലതയാണ്, അങ്ങനെയുള്ള ഒരു ദൈവമായുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. കർത്താവെ സഹായിക്കുന്നു. സകലം സൃഷ്ടിച്ചവനായ ദൈവം, സകലം പരിപാലിക്കുന്ന ദൈവം, കോടിക്കോടി ഗാലക്സികളെ പരിപാലിക്കുന്ന ദൈവം, നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചവനായി പേരിട്ടിരിക്കുന്ന ദൈവം, ഒന്നും മറന്നു പോകാത്ത ദൈവം, ഓരോന്നിന്റെ പാതകളെ നിശ്ചയിച്ചിരിക്കുന്ന ദൈവം, അതിലൊന്നും വഴിതെറ്റാതെ ഒന്നും ഇടറിപ്പോവാതെ എല്ലാം നിയന്ത്രിക്കുന്ന പരിപാലിക്കുന്ന സർവശക്തനായ ദൈവം അവിടുത്തെ മക്കളായ ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരാണ്. അവിടുത്തെ മക്കളായ ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടപ്പെടുവാൻ അനുവദിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായ പ്ലാൻ ബുദ്ധിയുള്ള കർത്താവായ സ്തോത്രം ചെയ്യും. ഞങ്ങളെ കരം പിടിച്ച് നടത്തുവാൻ മതിയായ ദൈവമാണ്, ഞങ്ങൾ ഇടപെടുവാൻ മതിയായ ദൈവമാണ്. അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ച് ഞങ്ങൾ നടത്തുന്ന അങ്ങ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ ഓരോ മക്കളും അങ്ങേക്ക് വിശേഷപ്പെട്ടവരാണ്, പ്രിയപ്പെട്ടവരാണ്. ആരെയും അവിടുന്ന് തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് സ്തോത്രം ചെയ്തു. ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി ജീവനെ അർപ്പിച്ചത് ഞങ്ങൾ വിലയേറിയതായിട്ട് ഞങ്ങളെ അപ്പത്തിൽ നിന്നും വീഞ്ഞിൽ നിന്നും പങ്കുകാരാകുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ കർത്താവെ, ഞങ്ങൾ ഒരു ശരീരത്തിന്റെ അംശം ആണെന്നും ക്രിസ്തുവിൽ പങ്കാളികളാണെന്നുള്ള സത്യം വീണ്ടും ഞങ്ങള് ഓർമ്മിക്കും. ഇത് വളരെ പരിപാവനമാണെന്ന് ഞങ്ങൾ ഓർമ്മിക്കുന്നു. അതുകൊണ്ട് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. ദൈവികമല്ലാത്ത വഴികള്, ഭാവങ്ങള്, മനോഭാവങ്ങള്, ചിന്തകള്, ചിന്താരീതികള് ഞങ്ങളുടെ ജീവിതത്തിൽ പലതും കണ്ടെന്നിരിക്കാൻ. പക്ഷെ കർത്താവേ, ഞങ്ങൾ കരുണ ചെയ്ത് ഞങ്ങളെ കാണിച്ചു തന്ന് ദൈവമേ, തെറ്റായുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടെങ്കിൽ, ഞങ്ങളുടെ വഴികളുണ്ടെങ്കിൽ അതെല്ലാം തിരുത്തുവാൻ ഞങ്ങളെ സഹായിക്കും.
നിർമ്മല മനസ്സാക്ഷിയോടുകൂടി ഈ അപ്പത്തെ മീനിനെ സമീപാൻ അവിടെ ഞങ്ങളെ അനുവദിച്ചാട്ടെ. മാനവ മഹത്വവും അവിടെ നിർത്താട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സർവ നന്മകൾക്കും നന്മകൾക്കും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ദൈവകൃപയാല് ദൈവം നമ്മളെ വീണ്ടെടുത്ത് ഈ യാത്ര നമുക്ക് തന്ന് നമ്മളിൽ അനേകരും 10 വർഷമായി, 20 വർഷമായി, 30 വർഷമായി ഒക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓടി വീഴാതെ അവന്റെ സന്നിധിയിൽ എത്തുവാൻ തക്കവണ്ണം നമുക്ക് ശ്രദ്ധാലുക്കളാകാം. ചില ആളുകൾക്ക് ഇറങ്ങി തിരിച്ചെങ്കിലും ദൈവം അവരിൽ പ്രസാദിക്കാതെ അവരെ ഇടയ്ക്ക് വെച്ച് തള്ളപ്പെട്ടു പോയി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വീണുപോയി. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു എന്നാണ് എഴുതിയത്. ഈ ഒരു യാത്രയിൽ, ഈ അനുയാത്രയിൽ ഇറങ്ങി തിരിച്ചിരിക്കും നമ്മൾ ഓരോരുത്തരോടുള്ള ബന്ധത്തിൽ നമുക്കത് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാം ദുർമോഹികളാകാതിരിക്കുന്നത്. ജനം തിന്നുവാനും കുടിപ്പാനും എഴുന്നേറ്റു, കളിപ്പാൻ തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്നെഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചില പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. ഇതിനകത്തുള്ള വിഷയം എന്ന് പറയുന്നത് തീറ്റയും കുടിയും കളിയും. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾക്ക് അതായിരുന്നു അവരുടെ മുഖ്യമായ വിഷയം, തീറ്റ, കുടി, കളി. എന്നാൽ ഇങ്ങനെയുള്ള ഒരു ഫിലോസഫിയിലേക്ക് അവരെ കൊണ്ടുവന്നെത്തിച്ചത് വേദപുസ്തകം പറയുകയാണേ, വേദപുസ്തകമാണ് നമ്മളോട് ഇത് പറയുന്നത്. ഇങ്ങനെ ഒരു ഫിലോസഫിയിലേക്ക് അവരെ കൊണ്ട് എത്തിച്ചത് അവർ വിഗ്രഹാരാധികളായിരുന്നു എന്നുള്ളതാണ്. ഈ വിഗ്രഹാരാധനയുടെ വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ് വിഗ്രഹാരാധന? ദൈവം ഇരിക്കേണ്ട സ്ഥാനത്ത് വേറെ ഇതിനെ കൊണ്ട് പ്രതിഷ്ഠിക്കുന്നു. ഇന്നത്തെ കാലത്ത് പല സഭകളും, പല ആളുകളും സഭകളെ ഇത് ചെയ്യുന്നുണ്ട്. ഒത്തിരി സഭകളെ അവർ ഉണ്ടാക്കുന്നു, ഒത്തിരി സഭകളെ അവര് ഉണ്ടാക്കുന്നുണ്ട്, അവർ സ്ഥാപിക്കുന്നുണ്ട്. പലയിടത്തുള്ള കാര്യം ഇത്തരം തന്നെയുള്ളൂ, തീറ്റയും കുടിയും കളിയും മാത്രമേ ഉള്ളൂ. മനസ്സിലാകുന്നു? അതല്ലാതെ ദൈവഭയം, ദൈവഭക്തി ഇങ്ങനെയുള്ള കേസുകൾ നിങ്ങളെ യൂട്യൂബിലൊക്കെ പലയിടങ്ങളിലും നമ്മൾ കാണുന്ന കാര്യമാണ്. അവർ ചില ആളുകൾ റെസ്റ്റോറന്റ് വരെ തുടങ്ങുന്നുണ്ട്, നല്ല ഭക്ഷണം റെസ്റ്റോറന്റ് വരെ.
കാരണം ഒരു 10,000 പേര് വരുന്ന സഭയാണ്, അതിന്റെ അടുത്ത് റെസ്റ്റോറന്റ് തുടങ്ങുകയാണെങ്കിൽ അവന്റെ കാര്യം നടന്നു കിട്ടും. ഏത് ഇതിനാന്ന് പിന്നെ ചില സൂപ്പർ മാർക്കറ്റ്, കാരണം 1000 പേര് വന്നു, അതിനകത്ത് അവനൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചെലവ് കിട്ടും. അപ്പൊ അവന്റെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. ഇതിനകത്തുള്ള വിഷയം എന്ന് പറയുന്നത്, ദൈവത്തിന് കൊടുക്കേണ്ടുന്ന, ദൈവം ഇരിക്കേണ്ട സ്ഥാനത്ത് അവർ കയറ്റി വെച്ചിരിക്കുന്നത് ഒന്നുമല്ല അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആകാം. അവരറിയാതെ തന്നെ അവരിൽ പലരും എന്തായി തീർന്നിരിക്കുന്നു? വിഗ്രഹാരാധകരായി. ദൈവത്തിന് മാത്രമേ വിഗ്രഹങ്ങളെ കണ്ടുപിടിക്കാൻ സാധിക്കൂ. വേറെ ആർക്കും ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ യേശുവിനെയാണല്ലോ വിളിക്കുന്നത്. യേശുവിനെ വിളിച്ചുകൊണ്ട് വിഗ്രഹത്തെ ആരാധിക്കുന്നു എന്ന് ആർക്ക് വിശ്വസിക്കാൻ പറ്റും? ഇതാണ് ഇതിനകത്തുള്ള വിഷയം. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെ പോയ ആളുകൾ ഏത് തിന്നുക, കുടിക്കുക, ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. അന്ന് 6 ലക്ഷം പേര് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ആ 6 ലക്ഷം പേരില് പല ആളുകൾ ഈ തരത്തിലുള്ളവരായിരുന്നു. അവരുടെ പരിപാടി എന്തായിരുന്നു? തിന്നാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. ആ തരത്തിലുള്ള ഒരു ജീവിത രീതി. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ഒരു ദിവസം അതിൽ ഒരു പറ്റം ആളുകൾ പാപത്തിൽ വീണുപോയി. പരസംഗം ചെയ്ത് 23,000 പേര് വീണു. ഒരു ദിവസം അതിൽ ചില ആളുകൾ ദൈവത്തെ പരീക്ഷിച്ച് പാമ്പിനാൽ കടിയേറ്റ് എന്താ സംഭവിച്ചത്? നശിച്ചു. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു, പരീക്ഷിച്ച് സർപ്പങ്ങളാണ് നശിച്ചു പോയത്, നാം കർത്താവിനെ പരീക്ഷിച്ചു. ചിലര് പരീക്ഷിച്ചു. ഇനി ചില ആളുകൾ എന്ത് സംഭവിച്ചു? പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു. ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു. ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചത് നമുക്ക് ദൃഷ്ടാന്തമാണ്. ലോകാവസാനം വന്നെത്തിയിരിക്കുന്നത് നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതി വരിക്കുന്നു. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവന് വീഴാതിരിക്കാൻ നോക്കിക്കൂടാ. അപ്പോൾ ഇതാണ് വിഷയം. നമുക്ക് ഈ വീഴ്ച വരാം, ഇങ്ങനെയൊക്കെ നമ്മൾ വീണു പോകാം ഉള്ള സാധ്യതയുണ്ടെന്നാണ് ഈ പറയുന്നത്. അതുകൊണ്ട് പ്രിയന്മാരെ, എന്നിട്ട് അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പരീക്ഷ നടപ്പില്ലാതെ പരീക്ഷ നേരിട്ടില്ല. ദൈവം വിശ്വസ്തൻ, ആരും പേടിക്കൊന്നും വേണ്ട. പരീക്ഷകളൊക്കെ വരാം, പക്ഷെ ദൈവം വിശ്വസ്തൻ. പരീക്ഷ നേരിടാൻ സമ്മതിക്കാൻ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയണം. പരീക്ഷയോടുകൂടെ പോക്കുവഴികളുണ്ടാകും. ഇതെല്ലാം കളഞ്ഞു കൊടുക്കുമ്പോഴാണ് അവാർഡ് സംഭവിക്കുന്നത്. അതുകൊണ്ട് പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ടുകൊടുക്കും. ഈ വിഗ്രഹാരാധന വന്നു കഴിഞ്ഞാൽ സെൽഫ് ഇൻട്രസ്റ്റ് നമ്മുടെ ഉള്ളിൽ വെച്ച് നമ്മൾ അതിനെ പൂജിച്ചാൽ ഈ പറഞ്ഞ അവസ്ഥയിലൂടെ നമ്മൾ പോകും. കാരണം വിഗ്രഹം ഉള്ളിടത്ത് ദൈവത്തിന് വസിക്കാൻ പറ്റുകയില്ല. വിഗ്രഹം ഉള്ളിടത്ത് ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കില്ല. പിന്നെ എന്താ? ദൈവത്തിന്റെ ജീവൻ വ്യാപരിച്ചില്ലെങ്കിൽ നമ്മളെല്ലാം ഈ ഒഴുക്കുമട്ടിലായി പോകും, ദൈവപ്രിയം ഇല്ലാത്തവരായി പോകും. ദൈവത്തിന്റെ ജീവൻ വ്യാപരിച്ചില്ലെങ്കിൽ നമ്മൾ പിന്നെ ജഡത്തിലായി പോകും. ജഡം ദൈവത്തെ എതിർക്കുന്നു. ജഡത്തിന് പിന്നെ എന്താണ്? ജഡത്തിന് ആത്മീയ കാര്യങ്ങളോട് എന്തില്ല, ഒരു ഇൻട്രസ്റ്റ് വരില്ല, താല്പര്യം വരില്ല. അതുകൊണ്ട് ചില ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല, പ്രാർത്ഥനയോട് താല്പര്യമില്ല. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ കൂട്ടായ്മയോട് താല്പര്യമില്ല, പതിനും കേൾക്കാൻ താല്പര്യമില്ല. പിന്നെ അവർക്ക് താല്പര്യം എന്താണ്? അവർക്ക് താല്പര്യം ഇങ്ങനെ TV, സീരിയല്, ഇങ്ങനെ കഥ പറച്ചില്, അങ്ങനെയുള്ള കാര്യങ്ങളോടാണ് അവരുടെ അഫിനിറ്റി. അങ്ങനെ കാരണം വെച്ചാൽ അവരെ എന്തായിത്തീരുന്നു? ജഡത്തിലായിത്തീരുന്നു. ജഡത്തിലാകാനുള്ള കാരണം എന്താ? വിഗ്രഹാരാധനയാണ്. കുറെ ഇങ്ങനെ യാത്രയിൽ മുന്നോട്ട് പോകുന്ന ആളുകൾ പതുക്കെ വിഗ്രഹത്തിലേക്ക് തിരിയുമ്പോഴത്തേക്കും അവര് ജഡീകരായി മാറുമല്ലേ. ജഡീകരായി മാറുമ്പോൾ അവർക്ക് ദൈവത്തോടുള്ള താല്പര്യമില്ല. പിന്നെ നമ്മള് കുത്തിപ്പൊക്കിയെങ്കിലാണ് ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കും പരിഹരിക്കുന്നത്. അങ്ങനെയുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അവർ മിക്കവാറും എവിടെ ചെന്ന് വീഴും? പാപത്തിൽ ചെന്ന് വീഴും. അപ്പൊ പാപത്തിലേക്കുള്ള പോക്കാണല്ലോ. അവരെവിടെ ചെന്ന് വീഴും? പാപത്തിൽ ചെന്ന് വീഴും. അതുകൊണ്ട് നമുക്ക് വളരെയേറെ ഈ കാലഘട്ടങ്ങളിൽ സൂക്ഷിക്കാം. 10-20 വർഷങ്ങളൊക്കെ നമ്മൾ ഓടിയല്ലോ. ഇനിയും ചിലപ്പോൾ അത്രയൊക്കെ കാണുമെന്ന് നമുക്കറിയില്ല. എന്നാലും വേണ്ടില്ല, എത്ര ഉണ്ടല്ലോ, അതല്ല വിഷയം. അവസാനം വരെ ഓടി തീർത്ത് ജയാളികളായി പോകുന്നതാകട്ടെ. നമ്മളെ നടത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി അതിനെയും നമുക്ക് പ്രോത്സാഹിപ്പിച്ചു വിശ്വാസത്തിൽ നിലനിൽക്കാനായിട്ട്
ഉത്സാഹിപ്പിച്ചും ക്രിസ്തുവിനെ കൂടുതൽ അറിഞ്ഞും മുന്നോട്ട് പോകാൻ നമുക്ക് അങ്ങോട്ടും ഒക്കെ പ്രോത്സാഹിപ്പിച്ചും. കാരണം ക്രിസ്തുവിന്റെ ജീവൻ നിൽക്കുമ്പോൾ നമുക്ക് ഈ സന്തോഷത്തിൽ നിൽക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ ഓടിത്തീർക്കാൻ പറ്റും. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുന്നതാകട്ടെ.